ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് വേണമെങ്കിൽ ചെയ്യാമായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മുഖത്തിലേക്ക് എത്താമായിരിക്കാം. ബ്ലസ്സി പറഞ്ഞത് അപ്പം നമ്മൾ വിചാരിച്ചോ പൃഥ്വിരാജ് വേറെ ആരെങ്കിലും വെച്ച് ചെയ്യും, പക്ഷേ പൃഥ്വിരാജ് അല്ലെങ്കിൽ ഈ സിനിമ ഇല്ല. ശരിയില്ല. ഈ ഒരു ജേർണിക്കിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ അതിന് വലിയൊരു സമർപ്പണം ആവശ്യമാണ്, ഡെഡിക്കേഷൻ ആവശ്യമാണ്. ആ ഡെഡിക്കേഷൻ ഞാൻ രാജുവിൽ കണ്ടതാണ്. വേറെ ആര് ചെയ്താലും നമുക്ക് ചിലപ്പോൾ അത് നജീവായിട്ട് തോന്നൂല. എല്ലാവരും പൃഥ്വിരാജ് അല്ലല്ലോ, എല്ലാവർക്കും അങ്ങനെ ആവാനും പറ്റൂലല്ലോ. അത് വേറൊരു മനുഷ്യനാണ്, അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യനാണ്. അങ്ങേരുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ആ ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട് ഈ സിനിമ വർത്താണ്. അമ്മാതിരി പണി ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആ ക്യാരക്ടറായിട്ട് ട്രാൻസ്ഫോം ചെയ്തു. അദ്ദേഹത്തെ നമുക്ക് കാണാനും സാധിക്കില്ല. നജീബിൻ്റെ സോള് നമുക്ക് നമ്മുടെ മുമ്പിൽ എടുത്തു വെച്ച് തരും. പക്ഷെ ആ ഒരു നജീബിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അതൊരു രക്ഷയില്ല. അങ്ങേരെടുത്ത എഫേർട്ട്, അങ്ങേര് ഈ സിനിമക്ക് കൊടുത്തിരിക്കുന്ന ലൈഫ്, അതായത് ജീവൻ, അതാണ് സിനിമയുടെ ടോട്ടൽ സംഭവം. ഒയ്യോ, നമുക്ക് ചില സമയങ്ങളിൽ സങ്കടം വരും. നജീബിനെ ഓർത്തിട്ടല്ല, പൃഥ്വിരാജിനെ ഓർത്തിട്ട് പലപ്പോഴും സങ്കടം വരും. കാരണം ആ എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് ഓർക്കുന്ന സമയത്ത് ഈ ഒരു ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തെ തേടി അംഗീകാരങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ നീതികേടായി പോകും. നാം അനുഭവിക്കാത്തതൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളാണ്.